ഹലോ. അപ്പോൾ 2026 ജനുവരി 1 എവിടേക്കാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മനാഭപുരം കൊട്ടാരം തക്കല. അപ്പോൾ കുഞ്ഞുനാൾ വളരെ കുഞ്ഞിലെ ചെറിയൊരു നേരത്തെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ആ ടൈമിനാണ് ശരിക്കും ഞാൻ പത്മനാഭപുരം കൊട്ടാരത്തിൽ പോകുന്നത് കേട്ടോ. അന്ന് എനിക്ക് ഏറെ കൗതുകം തോന്നി അവിടുത്തെ 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ രാജാക്കന്മാരുടെയൊക്കെ ടോയ്ലറ്റ്, 2 നമ്മുടെ ശോഭന ഡാൻസ് കളിച്ച, അതായത് ഒരു മുറൈ വന്ന് പാർത്തായ ഡാൻസ് കളിച്ച സ്ഥലം. ആ ഒരു 2 സ്ഥലം എനിക്ക് ഭയങ്കര, ഇപ്പോഴും അത് കാണാനുള്ള, ശരിക്കും അത് കാണാനുള്ള ഒരു ആക്രാന്തം മൂത്തിട്ടാണ് കേട്ടോ ഞാൻ ഒരു ടൂറ് ജസ്റ്റ് നമ്മൾ ആലോചിച്ചപ്പോഴത്തേക്കും അവിടേക്ക് പോകാൻ വെച്ചു. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അധികം ദൂരമില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ പോയത് പത്മനാഭപുരം കൊട്ടാരത്തിലായിരുന്നു. ഇപ്പോഴും ആ പഴമ അല്ലെ, പുരാവസ്തു എങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം യാതൊരു മാറ്റവും ഇല്ലാതെ ആ പഴമ അതേപോലെ തന്നെ. ഇത് ഊട്ടുപുരയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ അന്ന് എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണ്. ഇത് പഴയ കൊട്ടാരമാണ്. പുതിയ കൊട്ടാരം ഇപ്പുറത്തുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒത്തിരി പഴയതായ കൊട്ടാരമുണ്ട്. അപ്പം ഇത് 4 കെട്ടാണ് കേട്ടോ. ഇത് എന്താണ്, അമ്മ മഹാറാണി കിടന്നുറങ്ങുന്ന സ്ഥലം. ഇതെന്തോ അവരൊരുങ്ങുന്ന വലിയ കണ്ണാടിയൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ടോയ്ലറ്റ് കരിങ്കല്ലിലൊക്കെ തീർത്ത ടോയ്ലറ്റാണ്. എനിക്ക് ഭയങ്കര ക്രൈസ് തോന്നി രാജാവിൻ്റെ ടോയ്ലറ്റൊക്കെ കണ്ടിട്ട്. അതൊക്കെ ഭയങ്കര സംഭവമല്ലേ. പിന്നെന്താ പറയുക, ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു കൊട്ടാരവും ഈ പഴമയും ഒക്കെ നമുക്ക് ഭയങ്കര എന്താ ഒരു ഓർമ്മകളൊക്കെ പുതുക്കാനും ഭയങ്കര രസമല്ലേ. അപ്പം അമ്മിക്കല്ലാട്ടോ അവിടെ കണ്ടത്. ഇത് ആട്ടുകല്ലാണ്. പണ്ട് കാലത്ത്, അതായത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പഴക്കമുണ്ട്. അന്നൊക്കെ ഇതൊക്കെയാണല്ലോ പ്രധാനം. അപ്പം എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യം, ഈ ഒരു പുരാതന ആ സംഭവം ഇപ്പോഴും ഇതുപോലെ തന്നെ നിലനിർത്തി പോകുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. കാര്യം നമുക്ക് അതൊക്കെ പോയി കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയാണ് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതാണ് കേട്ടോ ശോഭന ഡാൻസ് കളിച്ച സ്ഥലം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ചെറിയൊരു ശോഭന ആവാനൊക്കെ തോന്നി കേട്ടോ. സീരിയസ് ആയിട്ട് നല്ല പോലെ തോന്നി. അകത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ പണ്ട് ആ ചെറുതിൽ കുഞ്ഞിലേ പോയ സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വിടുമായിരുന്നു. അപ്പോൾ ആ ഒരു ശോഭന ഡാൻസ് കളിച്ച സ്ഥലത്തൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. ഇതുണ്ടോ, ക്ലോക്ക് കാണാം, അവിടെ ടൈം കാണിക്കുന്ന ക്ലോക്ക് കാണാം. അപ്പോൾ പത്മനാഭപുരം കൊട്ടാരവും പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ഭയങ്കരമായ ആത്മബന്ധമൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ, ഓക്കെ.